മഴതോരും മുൻപേ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വൈജയന്തിയുടെ നിർബന്ധപ്രകാരം അവസാനം ബാലചന്ദ്രൻ വൈജയന്തിന്റെ മുന്നിലങ്ങ് തോറ്റുകൊടുക്കും. ഇനിയും അലീനയെ അവിടെ തന്നെ നിർത്തിയ മറ്റെന്തെങ്കിലും രീതിയിൽ അപകടപ്പെടുത്തുമെന്ന് മനസ്സിലാക്കുന്ന ബാലചന്ദ്രൻ അലീനയെ സ്വന്തം അച്ഛന്റെ കൈകളിൽ ഏൽപ്പിക്കാൻ തന്നെ തീരുമാനിക്കാണ്. അതിനുവേണ്ടി ബാലചന്ദ്രൻ ലാലച്ചനെ തേടിയിറങ്ങും. അതിനു മുൻപായിട്ട് തന്നെ ബാലചന്ദ്രൻ അലീനയോട് പറഞ്ഞിട്ട്, മോളെ അലീന, ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം. എവിടേക്കാണെന്നോ എന്തിനാണെന്നോ നീ എന്നോട് ചോദിക്കരുത്. പക്ഷേ നിനക്ക് ഉപകാരപ്പെടുന്ന, നിനക്ക് എപ്പോഴും സന്തോഷം നൽകുന്ന ഒരു കാര്യത്തിനാണ് ഈ അച്ഛൻ പോകുന്നത് എന്നൊക്കെ പറയും. ആ സമയത്തിന് അലീന പറയും, അച്ഛാ, എവിടേക്കാണെങ്കിലും എന്നോടും കൂടെ പറഞ്ഞിട്ട് പോവാ അച്ഛാ. അച്ഛന് സുഖമില്ലാത്തതല്ലേ, അല്ലെങ്കിൽ പിന്നെ അച്ഛൻ എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കും. അന്നേരം ബാലചന്ദ്രൻ പറയുന്നത്, മോളെ ഇപ്പൊ ഏതായാലും മോളെ കൊണ്ടുപോവാനായിട്ട് കഴിയില്ല. അച്ഛനൊരു കുഴപ്പമില്ലടോ. അച്ഛൻ പോയിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാം. മോൾക്കൊരു സമ്മാനമായിട്ടായിരിക്കും അച്ഛൻ തിരികെ വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അവിടെ നിന്നും യാത്ര തിരിക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ അവസാനം അന്വേഷണത്തിനൊടുവിൽ തന്നെ ലാലച്ചനെ കണ്ടുമുട്ടുന്നുണ്ട്. ലാലച്ചൻ ഇപ്പോൾ വലിയ നിലയിലാണുള്ളത്. ലാലച്ചന് വലിയൊരു ഓഫീസുണ്ട്, സെക്യൂരിറ്റി ഗാർഡൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ലാലച്ചനെ കാണാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ പുറത്തു നിൽക്കുന്ന സമയത്താണ് സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വരുന്നത്. ലാലച്ചൻ സാറിനെ ഇപ്പം കാണാൻ കഴിയില്ല, നിങ്ങൾ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യുന്നൊക്കെ പറയാണ് ബാലചന്ദ്രനോട്. അവസാനം ദേഷ്യം സഹിക്കാനാവാതെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതെ, നിങ്ങൾ പോയിട്ട് ലാലച്ചനോടൊന്ന് പറയും, വൈജയന്തിയുടെ ഭർത്താവാണ് ഞാന്. വൈജയന്തിയുടെ ഭർത്താവ് കാണാൻ വന്നിരിക്കുന്നു എന്ന് ലാലച്ചനോട് പറഞ്ഞാൽ മതി. ഉടനെ തന്നെ എന്നെ വിളിക്കുമെന്ന് പറയും. ബാലചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ സെക്യൂരിറ്റി നേരെ ലാലച്ചനോട് ചെന്ന് പറയും, സാറേ, ഒരു വൈജയന്തിയുടെ ഭർത്താവ് അന്വേഷിക്കുന്നുണ്ട്, അയാൾ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറയും. എന്നാൽ ഇത് കേട്ടതോടുകൂടി തന്നെ ലാലച്ചൻ പെട്ടെന്നൊരു ഞെട്ടലോടുകൂടി തന്നെ ഇരുന്ന സീറ്റിൽ നിന്നങ്ങ് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ആരുടെ ഭർത്താവ്? വൈജയന്തിയുടെ ഭർത്താവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അയാൾ ആകെ ഷോക്കേറ്റതുപോലെ നിൽക്കുകയാണ്. ആ സമയത്ത് വൈജയന്തിയുമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ലാലച്ചൻ ഒരു നിമിഷം അങ്ങ് ഓർത്തുപോകും. അപ്പോൾ ശരി, വരാൻ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രനെ ലാലച്ചൻ റൂമിലേക്ക് വിളിക്കുകയാണ്. അതനുസരിച്ച് ബാലചന്ദ്രൻ ചെല്ലുന്ന സമയത്തായിരിക്കട്ടോ രണ്ടുപേരും അന്ന് ആദ്യമായിട്ട് പരസ്പരം കാണുന്നത് തന്നെ. ബാലചന്ദ്രൻ ലാലച്ചനെ കണ്ട ഉടനെ തന്നെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഞാൻ ഇത്രയും നിർഭാഗ്യവാനായ ഒരു ഭർത്താവാണല്ലോ എന്ന്, വല്ലവന്റെയും ഉച്ഛിഷ്ടമാണല്ലോ ഞാൻ ഇത്രയും നാളും കൊണ്ടു നടന്നത് എന്നൊക്കെ ആയിരിക്കും ബാലചന്ദ്രൻ ചിന്തിക്കുന്നത്. എൻ്റെ മൂന്ന് മക്കൾ, ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടായ എൻ്റെ മൂന്ന് മക്കൾ, അതെല്ലാം വെറുതെ ആയി പോയല്ലോ. അവൾ എന്നെയും ഇത്ര കാലം ചതിക്കുമായിരുന്നല്ലോ. ഇങ്ങനെ പല പല കാര്യങ്ങൾ ബാലചന്ദ്രന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തും. ആ സമയത്തിന് ലാലച്ചൻ വിചാരിക്കുന്നത്, വൈജയന്തിയുടെ ഭർത്താവ്, അങ്ങനെ ഒരിക്കലും ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ സംഭവിച്ചത്. അയാൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കും ഇപ്പൊ എന്നെ കാണാൻ വന്നിരിക്കുന്നത്. എന്തിനായിരിക്കും വന്നത് എന്നൊക്കെ ചിന്തിക്കായിരിക്കും ലാലിച്ചൻ. ഇങ്ങനെ പല കാര്യങ്ങളും മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് തന്നെ ബാലചന്ദ്രൻ ലാലിച്ചനോട് പറയും, ലാലിച്ചന് എന്നെ അറിയില്ലെങ്കിലും വൈജയന്തിയെ മറക്കാൻ കഴിയുമോ ലാലിച്ച? ലാലിച്ചൻ ഭയങ്കര അതിശയത്തോടു കൂടിയായിരിക്കട്ടെ ബാലചന്ദ്രനെ നോക്കി നിൽക്കുന്നത്. മുഖമാക്കെ ആകെ വിളറി വേർക്കുന്നുണ്ടായിരുന്നു. അതെ, പണ്ട് 22 വർഷങ്ങൾക്ക് മുൻപ് തന്നെ നിങ്ങളൊരു പെണ്ണിനെ, ഇപ്പോഴത്തെ എൻ്റെ ഭാര്യയായ വൈജയന്തിയെ സ്നേഹിച്ച് വഞ്ചിച്ചതല്ലേ? 22 വർഷങ്ങൾക്ക് മുൻപ് അത്രയും പ്രണയം നടിച്ച് അവൾക്കൊരു കുഞ്ഞിനെയും സമ്മാനിച്ചിട്ട് നിങ്ങൾ എങ്ങോട്ടേക്കോ കടന്നു കളഞ്ഞതല്ലേ? അത്രയും ക്രൂരനായി പോയില്ലേ നിങ്ങള്? നിങ്ങൾ ഇത്രമാത്രം നെറികെട്ടവനായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. ആ സമയത്തിന് ലാലിച്ചന് വല്ലാതെ ദേഷ്യം വരും. ലാലിച്ചൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കരുത്. എന്താണെന്ന് ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാമോ? അന്ന് പല കാര്യങ്ങളും സംസാരിച്ച് അന്നത്തെ കാര്യങ്ങളെ പറ്റിയിട്ടെല്ലാം ബാലചന്ദ്രനോട് വിശദീകരിക്കും. ലാലിച്ചന്റെ ഭാഗത്ത് അന്ന് യാതൊരുവിധ തെറ്റും ഉണ്ടായിരുന്നില്ല. അന്ന് തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നു അങ്ങനെയെല്ലാം സംഭവിച്ചത്. അങ്ങനെ കാര്യങ്ങളെല്ലാം, അന്ന് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ബാലചന്ദ്രനോട് പറഞ്ഞു കൊടുക്കാട്ടോ ലാലിച്ചൻ. അവസാനം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾക്കതിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ആ കുഞ്ഞ് ഇപ്പോൾ എവിടെയാണെന്നറിയാമോ? വൈജയന്തി അന്നൊരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നു, നിങ്ങളുടെ കുഞ്ഞ്. അത് അവൾക്ക് പോലും അറിയില്ലായിരുന്നു. ആ കുഞ്ഞ് മരിച്ചു പോയെന്നാണ് അവൾ ഇപ്പോഴും വിചാരിക്കുന്നത്. പക്ഷേ അവൾ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ നോക്കാൻ വന്ന വേലക്കാരിയായിട്ടാണ് അവളിപ്പോൾ അവിടെ കഴിയുന്നത്. വൈജയന്തിക്കും അവൾക്കും ഇടയിൽ ഒരുമിച്ച് പോവാനായിട്ടും കഴിയില്ല. അവസാനം വൈജയന്തിയോട് അവൾ എൻ്റെ മകളാണെന്ന് വരെ എനിക്ക് പറയേണ്ടി വന്നു. കല്യാണത്തിന് മുൻപേ തന്നെ എനിക്കൊരു പ്രണയമുണ്ടായിരുന്നുവെന്നും അതിൽ എനിക്കുണ്ടായ കുഞ്ഞാണ് അവളെന്നും അതുകൊണ്ടാണ് ഞാൻ അവളെ എൻ്റെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് അവളോട് പറയേണ്ടി വന്നിരിക്കുന്നത്. പക്ഷേ അവൾ അത് വിശ്വസിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അവളുമായിട്ട് എൻ്റെ മകൾ അലീനയ്ക്ക് യാതൊരുവിധ തരത്തിലും ഒത്തുപോവാൻ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. പലതവണ സ്വന്തം അമ്മ തന്നെ മകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പലവരെയും വിട്ടുകൊണ്ടതിനെ ഉപദ്രവിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അവളുടെ ആങ്ങളമാരായ രാജീവനും ശിവശങ്കരനെയും കൂട്ടിക്കൊണ്ട് തന്നെ അലീനെ അവിടെ നിന്നും ഇറക്കി വിട്ടു.
പലയിടത്തും കൊണ്ടുപോയി താമസിപ്പിച്ചു. അവസാനം പെൺവാണിഭക്കാരുടെ കയ്യിലേക്ക് പോലും അവളെ എത്തിച്ചു. അവളെ ദ്രോഹിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവിടെ നിന്നെല്ലാം തന്നെ രക്ഷപ്പെടുത്തി ഞാൻ അവളെ സുരക്ഷിതമായി എൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവിട്ടു. അവിടെ നിന്നല്ല ഞാൻ അവളെ രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ടും അലീന വൈജയന്തി ഇപ്പോൾ ഒരു ആക്സിഡന്റിൽ പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. തിരിച്ചവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അലീന ആ വീട്ടിലുള്ളിടത്തോളം കാലം അവൾ അവിടേക്ക് വരില്ല എന്നാണ് വൈജയന്തി വാശി പിടിക്കുന്നത്. അങ്ങനെ സ്വന്തം അമ്മ തന്നെ മകളെ ഇത്രയധികം വെറുക്കുമ്പോൾ, എങ്ങനെയെങ്കിലും ദ്രോഹിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ എങ്ങനെയെങ്കിലും അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് അവൾ നിൽക്കട്ടെ എന്നാണ്. അവളുടെ അച്ഛൻ്റെ അടുത്താണെങ്കിൽ അവൾ സുരക്ഷിതമായിട്ട് തന്നെ നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് നിങ്ങൾ അന്വേഷിച്ച് വന്നത് എന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ. അല്ലാതെ എനിക്കൊരിക്കലും അവളെ വിട്ടുതരാനൊന്നും മനസ്സില്ല. ഞാൻ അവളെ എൻ്റെ സ്വന്തം മകളെ പോലെയാണ് സ്നേഹിക്കുന്നത്. സ്വന്തം മകളെ പോലെയല്ല, അവൾ എൻ്റെ സ്വന്തം മകൾ തന്നെയാണ് എന്നൊക്കെ പറയട്ടെ ബാലചന്ദ്രൻ. എന്നാൽ ബാലചന്ദ്രന്റെ ഈ ഒരു വാക്കെല്ലാം കേൾക്കുന്ന സമയത്തായിരിക്കട്ടോ തനിക്കൊരു മകളുണ്ടായിരുന്നു എന്നും അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളെല്ലാം തന്നെ ലാലച്ചൻ അറിയുന്നത്. ആ സന്തോഷ വാർത്ത അറിഞ്ഞതോടുകൂടി തന്നെ ലാലച്ചൻ വല്ലാതെ അങ്ങ് ഞെട്ടി ഷോക്കായി പോകുന്നുണ്ട്. ലാലച്ചന്റെ മുഖത്തൊന്നും ആ ഭാവഭേദങ്ങൾ ഒന്നുമില്ല എങ്കിലും അവസാനം ലാലച്ചൻ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മകളെ ഒന്ന് കാണണം. നിങ്ങൾ അവളെ എൻ്റെ വീട്ടിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടുവരാമോ? ലാലച്ചൻ വളരെ ദയനീയമായി തന്നെ ചോദിക്കുകയാണ്. എന്നിട്ട് ലാലച്ചൻ പറയുന്നുണ്ട്, പക്ഷേ എനിക്കൊരിക്കലും അവളെ എൻ്റെ സ്വന്തം മകളായിട്ട് ഇപ്പോൾ മറ്റൊരാളുടെ മുന്നിൽ കാണിക്കാൻ കഴിയില്ല. നിങ്ങൾ വീട്ടിലേക്ക് അവളെ കൊണ്ടുവന്ന് നോക്കുന്നത് പോലെ ഞാനും ഒരു സുഖമില്ലാത്ത സഹോദരിയും കൂടി എനിക്കുണ്ട്. ഷെറിൻ അവളെ നോക്കാനായിട്ട് ഒരു ഹോം നേഴ്സിനെ വെക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കെന്നും തന്നെ എൻ്റെ മകളെ കാണാമല്ലോ, അവളെ എനിക്ക് എൻ്റെ അടുത്ത് നിന്ന് തന്നെ പരിചരിക്കാമല്ലോ എന്നൊക്കെ ലാലച്ചൻ ബാലചന്ദ്രനോട് പറയും. അങ്ങനെ അവസാനം ബാലചന്ദ്രൻ ലാലച്ചന്റെ നിർബന്ധപ്രകാരം മനസ്സോടുകൂടി ആയിരിക്കട്ടെ അലീനയെ ലാലച്ചന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നത്. ആദ്യമായിട്ട് സ്വന്തം അച്ഛനെ മുന്നിൽ കാണുന്ന അലീനക്ക് ആദ്യം വലിയ ദേഷ്യത്തോടു കൂടിയാണ് അയാളെ നോക്കുന്നത്. സ്വന്തം അമ്മയെ ഇത്ര നാളും ചതിച്ചിട്ട് പോയൊരു മനുഷ്യൻ എന്നുള്ള നിലയിലാണ് ആദ്യം അലീന അയാളെ കണ്ടിരുന്നത്. എങ്കിലും അന്നത്തെ സാഹചര്യമെല്ലാം മനസ്സിലാക്കിയപ്പോൾ അന്ന് എന്താണ് നടന്നത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ അലീന തിരിച്ചറിഞ്ഞപ്പോൾ പതിയെ പതിയെ ലാലിച്ചനെ അവൾ സ്നേഹിച്ചു തുടങ്ങി. ലാലിച്ചന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമുണ്ടായിരുന്നില്ല എന്നും അന്ന് തെറ്റിദ്ധാരണയുടെ പുറത്താണ് അച്ഛനും അമ്മയും പിരിയേണ്ടി വന്നത് എന്ന സത്യമെല്ലാം തന്നെ അലീന തിരിച്ചറിയും. ആദ്യമായിട്ട് അവൾ അച്ഛൻ എന്ന് വിളിച്ചത് ബാലചന്ദ്രനെയാണ്. അവൾ ബാലചന്ദ്രനെയാണ് ആ ഒരു സ്ഥാനത്ത് കൂടുതലും കാണുന്നത്. ബാലചന്ദ്രന് അലീന പോയതിനു ശേഷം ഭക്ഷണവും ഉറക്കവുമില്ലാതെയായി. ബാലചന്ദ്രന്റെ രോഗാവസ്ഥ കൂടുതൽ കൂടുതൽ മൂർച്ഛിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ അലീന പോയതിനു ശേഷം ബാലചന്ദ്രനാണ് കൃത്യസമയത്ത് തന്നെ ഊണും ഉറക്കവുമില്ലാത്ത ആ ഒരു സമയത്ത് കൃഷ്ണമോള് വന്ന് പറയുന്നുണ്ട്, എന്താ അച്ഛാ, അലീന ചേച്ചി പോയതിൽ പിന്നെ അച്ഛന് ഭക്ഷണം പോലും ഇല്ലല്ലോ, സമയത്തിന് ഉറക്കവുമില്ല. അച്ഛനാണെങ്കിൽ കൃത്യസമയത്ത് മരുന്ന് പോലും കഴിക്കുന്നില്ല. അച്ഛന്റെ നില വളരെ ഗുരുതരമായിട്ട് വരികയാണല്ലോ അച്ഛ എന്ന് പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ പറയുന്നു, അതാരാ മോളോട് പറഞ്ഞത്? അലീന ചേച്ചി പോയതിലാണോ? അച്ഛന് ബാക്കി 3 മക്കളില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛ ബാക്കി 3 മക്കളുണ്ടെങ്കിലും അച്ഛക്ക് അലീന ചേച്ചിയാണ് കൂടുതൽ ഇഷ്ടമെന്ന് എനിക്കറിയാം. അലീന ചേച്ചി പോയതിൽ പിന്നെയാണ് അച്ഛൻ ഊണും ഉറക്കവും മരുന്നും ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്. അച്ഛന്റെ ശരീരമെങ്കിലും അച്ഛനൊന്ന് ശ്രദ്ധിച്ചുകൂടെ അച്ഛ എന്നൊക്കെ ചോദിക്കാട്ടോ കൃഷ്ണമോള്. ഇതിനിടയിലൊക്കെ വൈജയന്തിയുടെ കുറേയധികം കുത്തുവാക്കുകളൊക്കെ കേൾക്കാനിട വരുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. നിങ്ങളുടെ ആ അനാഥ മോൾ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടത് കൊണ്ടല്ലേ നിങ്ങളിങ്ങനെ മുഖമുയർപ്പിച്ച് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത്. അവൾ പോയത് കൊണ്ടാണ് നിങ്ങൾ ഇത്രമാത്രം വിഷമം. അവൾ പടിയിറങ്ങിയത് കൊണ്ടാണ് നിങ്ങൾ ഇത്രമാത്രം മാറാനുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്നൊക്കെ വൈജയന്തിയുടെ കുറ്റപ്പെടുത്തലൊക്കെ കേട്ട് സഹിക്കാനാവാതെ അവസാനം ബാലചന്ദ്രൻ വീണ്ടും ഒരു അറ്റാക്ക് വരുന്നുണ്ട്. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ബാലചന്ദ്രനെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതിനെ തുടർന്ന് ബാലചന്ദ്രൻ ജീവിതത്തിലേക്ക് പതിയെ പതിയെ തിരിച്ചു വരാൻ തുടങ്ങും. ആ സമയത്ത് ബാലചന്ദ്രൻ വൈജയന്തിയോട് പറയുന്നുണ്ട്, വൈജയ്, നിനക്ക് എന്നോട് ദേഷ്യമാണല്ലേ? ഞാൻ നിന്നോട് കാണിച്ചതിനൊക്കെ നീ ഇപ്പോൾ എന്നോട് തിരിച്ച് ദേഷ്യം കാണിക്കുകയാണല്ലേ? വൈജയന്തി പറയും, എനിക്ക് നിങ്ങളോട് എന്തിനാ ദേഷ്യം ബാലേട്ടാ? നിങ്ങളല്ലേ എന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് വിഡ്ഢിയാക്കുന്നത്. ആ സമയത്തിന്റെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഒന്ന് ആലോചിച്ചു നോക്ക് വൈജയ്, എനിക്കൊരു കുഞ്ഞുണ്ടാവുക, കല്യാണത്തിന് മുൻപ് തന്നെ ഞാനൊരു മറ്റൊരു സ്ത്രീയിൽ എനിക്കൊരു കുഞ്ഞുണ്ടാവുക, നിന്നെ ഞാൻ ചതിച്ചു എന്ന് നീ മനസ്സിലാക്കുന്ന ആ ഒരു സമയത്ത്, അപ്പോ നിനക്ക് എന്നോട് ഒട്ടും നിന്നെ വെറുപ്പില്ലേ വൈജയ്? ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ സമയത്തിന് നിനക്ക് എന്നോട് വെറുപ്പ് തോന്നിയില്ലേ വൈജയ് എന്നൊക്കെ ചോദിക്കാട്ടോ ബാലചന്ദ്രൻ. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങൾക്ക് അങ്ങനെ ഒരു കുഞ്ഞൊന്നും ഉണ്ടാവില്ല എന്ന കാര്യം. അന്നേരം ബാലചന്ദ്രൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിനക്കാണ് ആ ഒരു സ്ഥാനത്ത് കുഞ്ഞുണ്ടായിരുന്നെങ്കിലോ ആ കുഞ്ഞിനെ നീ വെറുക്കുമായിരുന്നോ? അതോ നീ എന്നിൽ നിന്നും കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുമായിരുന്നോ? അതോ നീ എന്നോട് ആ കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുമായിരുന്നോ വൈജയ് എന്നൊക്കെ ചോദിക്കാണ് ബാലചന്ദ്രൻ. ആ സമയത്തിന്റെ പെട്ടെന്ന് അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് ഒരു ഞെട്ടലായിരിക്കും. ഒരു ഞെട്ടലോട് കൂടി തന്നെ ബാലചന്ദ്രനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്,
22 വർഷങ്ങൾക്ക് മുൻപ് നിനക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അത് അറിഞ്ഞതിൽ പിന്നെയാണ് എനിക്ക് നിന്നോട് വെറുപ്പ് തോന്നിയതും ഞാൻ നിന്നെ വെറുക്കാൻ പഠിച്ചതും. ഞാൻ സ്നേഹിച്ച എന്റെ ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനുണ്ട് എന്നും അതിലൊരു കുഞ്ഞുണ്ട് എന്നറിയുന്ന ഞാൻ എങ്ങനെയാണ് വൈജയന്തിയെ പ്രതികരിക്കുന്നത്? ഇതിനപ്പുറം എനിക്ക് വേറൊന്നും അറിയില്ല വൈജയെ. ഞാൻ കാണിച്ചതൊക്കെ നിനക്കൊരു തെറ്റായിട്ട് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ സങ്കടപ്പെട്ട് ചോദിക്കാട്ടോ ബാലചന്ദ്രൻ. സത്യമെല്ലാം തന്നെ ബാലചന്ദ്രൻ മനസ്സിലാക്കിയല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആകെ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും വൈജയന്തി നിൽക്കുന്നത്. അവസാനം ബാലചന്ദ്രൻ പറയും, ഞാൻ ഇപ്പോഴും നിന്നോട് ക്ഷമിക്കാൻ തയ്യാറാണ്. നിന്റെ ഏട്ടന്മാര്, അതായത് രാജീവനും ശിവശങ്കറിനൊക്കെ എന്തുകൊണ്ടാണ് ആ അലീനെ ഇപ്പോൾ മറ്റൊരിടത്തേക്ക് പറഞ്ഞു വിട്ടതെന്നും ഉപദ്രവിക്കാൻ ശ്രമിക്കാത്തതെന്നും നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വൈജയെ? അവരും മനസ്സിലാക്കി കഴിഞ്ഞു. 22 വർഷങ്ങൾക്ക് മുൻപ് ആഗ്രയിൽ വെച്ച് മറ്റൊരു പുരുഷനിൽ നിനക്കുണ്ടായ സ്വന്തം സഹോദരിയുടെ മകളാണ് അലീന എന്ന സത്യം. ഇത് കേട്ടതോടുകൂടി തന്നെ വൈജയന്തി ആകങ്ങ് തളർന്നു പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അലീന നിന്റെ മകള് തന്നെയാണ് വൈജയെ. അതാണ് ഞാൻ അവളെ ഇത്രമാത്രം സ്നേഹിച്ചത്. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവളെ ഈ വീട്ടിൽ തന്നെ താമസിപ്പിച്ചത്. നിനക്കെന്നും നിന്റെ മകളെ കാണാമല്ലോ എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. പക്ഷേ നീ നിന്റെ മകളെ അന്നൊന്നും തന്നെ തിരിച്ചറിഞ്ഞില്ല. അവളെയും എന്നെയും കൂട്ടിച്ചേർത്ത് നീ എന്തെല്ലാം കള്ളക്കഥകളൊക്കെ മെഞ്ഞുണ്ടാക്കി. സ്വന്തം അച്ഛൻ അവൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഒരു 10 ഇരട്ടി സ്നേഹമെങ്കിലും ഞാൻ അവൾക്ക് കൊടുത്തതല്ലേ? നീ ചിന്തിക്കുന്നുണ്ടോ മറ്റേതെങ്കിലും പുരുഷന്മാർ അങ്ങനെ തൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനുണ്ടായ മകളെ ഇത്രമാത്രം സ്നേഹിക്കുമെന്ന കാര്യം? പക്ഷേ ഞാൻ അങ്ങനെയൊന്നും അവളെ കണ്ടില്ല. നമ്മുടെ മകൾ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അലീനെ കാണുമ്പോൾ അവൾ എൻ്റെ മകൾ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അവളുടെ പെരുമാറ്റം, അവളുടെ ഒരു അച്ഛ എന്നുള്ള ആ ഒരു വിളിയൊക്കെ കേൾക്കാൻ തന്നെ ഞാൻ ഒരുപാടധികം കൊതിച്ചിരുന്നു. പക്ഷേ നീ ഒരൊറ്റൊരുത്തി കാരണം മാത്രമാണ് അവളെ എനിക്കിപ്പോൾ സ്വന്തം അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിക്കേണ്ടി വന്നത്. അതേ വൈജയെ ഞാൻ അവളുടെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് പറയും. ആ സമയത്താണ് വൈജയന്തി ചോദിക്കുന്നത്, ബാലചന്ദ്രൻ എന്താ ഈ പറയുന്നത്? എൻ്റെ മകളാണെന്നോ അലീന? അലീന അപ്പോൾ ഞാൻ പ്രസവിച്ച മകളാണെന്നോ ഒക്കെ ചോദിച്ചു കൊടുത്തിട്ട് വൈജയന്തി ആകെ ഷോക്കേറ്റതുപോലെ നിൽക്കുകയാണ്. അന്നേരം ലാലിച്ചൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ലാലിച്ചന്റെ കയ്യിലേക്കാണോ നിങ്ങൾ അവളെ ഏൽപ്പിച്ചത്? എന്നെ ചതിച്ചിട്ട് പോയ അയാളുടെ കയ്യിലേക്ക് എന്തിനാണ് നിങ്ങൾ എൻ്റെ മകളെ ഏൽപ്പിച്ചത് എന്നൊക്കെ ചോദിച്ചു കൊണ്ട് തന്നെ വൈജയന്തി ബഹളം വെക്കും. അന്നേരം ബാലചന്ദ്രൻ ബാക്കി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നിന്റെ അച്ഛനും ഏട്ടന്മാരും ചേർന്ന് കൊടുത്തിന് ആ ലാലിച്ചനെ കൊല്ലാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അയാൾ എവിടേക്കോ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ലാലിച്ചൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. കുഞ്ഞിനെ അവരൊരു ഓർഫനേജിലേക്ക് കൊണ്ടുപോയാക്കി. ഇതെല്ലാം കേട്ടതോടുകൂടി തന്നെ വൈജയന്തി പറയുന്നുണ്ട്, ബാലചന്ദ്ര എനിക്ക് എൻ്റെ മകളെ ഒന്ന് കാണാം. ഇത്രയും നാൾ അവൾ എൻ്റെ കൂടെ താമസിച്ചിട്ട് ഞാൻ അവളെ അറിയാതെ പോയല്ലോ. അലീന എൻ്റെ സ്വന്തം മകളായിരുന്നു എന്ന കാര്യം ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഞാനാണെങ്കിൽ എൻ്റെ പൊന്നുമോളെ ഇത്രയധികം ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ട് പോലും അവൾ എന്നോട് ഒരൊറ്റ വാക്കുപോലും പറഞ്ഞിട്ടില്ല. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ അവൾക്കറിയാം നീ അവളുടെ സ്വന്തം അമ്മയാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവൾ ഒരു കാര്യവും പറയാതെ എല്ലാം ഉള്ളിലൊതുക്കി എല്ലാം ക്ഷമിച്ചുകൊണ്ട് തന്നെ ഈ വീട്ടിൽ കഴിഞ്ഞത്. അവസാനം ഞാനും കൂടെ സത്യം തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ ആകെ തകർന്നു പോയിരുന്നു. ഞാൻ അവളോട് പറഞ്ഞിരുന്നു ഈ സത്യങ്ങളെല്ലാം തന്നെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന്. ഇനി വൈജയന്തിയോട് പറഞ്ഞ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ അവളോട് പറയണം, ഈ ബന്ധം വേർപിഴണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ നിന്ന് പോകാമെന്ന്. അന്നേരം അവൾ എന്താ പറഞ്ഞതെന്ന് നിനക്കറിയാമോ? അച്ഛാ വേണ്ട അച്ഛാ, ഞാൻ കാരണം നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരിക്കലും വേർപിരിയാൻ പാടില്ല. അമ്മയും അച്ഛൻ പൊന്നു പോലെ തന്നെ സ്നേഹിക്കണം. ഞാൻ എല്ലാം ഉള്ളിലൊതുക്കി ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. അമ്മയോട് ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ അമ്മയുടെ മകളാണ് എന്ന്. നിന്റെ ക്രൂരതകൾ സഹിക്കാനാവാതെ ഞാൻ തന്നെയാണ് ഇപ്പോൾ ലാലച്ചന്റെ കൈകളിലേക്ക് അവളെ ഏൽപ്പിച്ചത് എന്നൊക്കെ പറയട്ടോ ബാലചന്ദ്രൻ. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ബാലചന്ദ്ര എനിക്ക് എൻ്റെ ഒരു മകളെ ഒന്ന് തിരിച്ചു കൊണ്ടുവരണം. ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ഒരു നോക്ക് പോലും കണ്ടിട്ടില്ല. എൻ്റെ അച്ഛനോ ആങ്ങളമാരോ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണിച്ചു തന്നിട്ടില്ല. എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എന്നാണ് അവരെല്ലാവരും എന്നോട് പറഞ്ഞത്. അങ്ങനെ അലീന എൻ്റെ മോളാണെങ്കിൽ എനിക്ക് അവളെ നല്ലതുപോലെ സ്നേഹിക്കണം. എനിക്ക് അവളെ എനിക്ക് ഇത്രയും കാലം കൊടുക്കാൻ പറ്റാത്ത സ്നേഹമെല്ലാം തന്നെ അതിൻ്റെ 100 ഇരട്ടിയായിട്ടെങ്കിലും എനിക്ക് അവൾക്ക് തിരിച്ചു കൊടുക്കണം. ഇതെല്ലാം കേട്ടതിന് ശേഷം അവസാനം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട വൈജയെ. എനിക്കിപ്പോൾ നിന്നോടുള്ള പിണക്കമെല്ലാം തന്നെ മാറിക്കഴിഞ്ഞു. നീ എന്നോട് മാപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് തന്നെ. ഇതെല്ലാം തന്നെ സംഭവിച്ചു. ഇനി നമുക്ക് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. നിന്റെ മകളല്ല, നമ്മുടെ മകളായിട്ട് തന്നെ അവളെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് തന്നെ സ്നേഹിക്കണം. ഇത്രയും നാൾ നീ കൊടുക്കാത്ത സ്നേഹമെല്ലാം തന്നെ ഞാൻ അവൾക്ക് വാരി കോരി കൊടുത്തിരുന്നു. ഇനി നിന്റെ സ്നേഹവും അവൾക്ക് കിട്ടണം. നിന്റെ സ്നേഹം എന്താണെന്ന് അവൾ അനുഭവിച്ചറിയണം. സ്വന്തം അമ്മയുടെ സ്നേഹം അവൾക്ക് കിട്ടണം വൈജയ് എന്നൊക്കെ പറയട്ടെ ബാലചന്ദ്രൻ. അന്നേരം വൈജയന്തിന്റെ കണ്ണുകളെല്ലാം തന്നെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അതേ ബാലചന്ദ്ര, എനിക്ക് അവളെ കൊണ്ടുവരണം.
അങ്ങനെ അലീനയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് മുൻപേ തന്നെ രണ്ടുപേരും പരസ്പരം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സംസാരിച്ച് എല്ലാം ക്ഷമിച്ചുകൊണ്ട് തന്നെ ജീവിക്കാൻ തുടങ്ങുമ്പോഴേക്കും ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ വൈജയന്തിയെയും അലീനയെയും സ്വന്തം മക്കളെയും ഈ ലോകം തന്നെയൊക്കെ വിട്ട് മരണത്തിലേക്ക് കീഴടങ്ങാണ്. ബാലചന്ദ്രന്റെ മരണം വൈജയന്തിയെ ആകെ തളർത്തി കളഞ്ഞിരുന്നു. തന്റെ ദുർവാശികളും സംശയങ്ങളും കാരണമാണ് സ്നേഹനിധിയായ തന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടത് എന്ന കുറ്റബോധം അവളെ വേട്ടയാടി. മരണക്കിടക്കയിൽ ബാലചന്ദ്രൻ നൽകിയ ആ ഒരു വാക്ക് പാലിക്കാനായി അലീനയെ തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു പിന്നീട് വൈജയന്തിയുടെ മനസ്സിൽ. ബാലചന്ദ്രന്റെ മരണമറിഞ്ഞ് തകർന്നു പോയിരിക്കുന്ന അലീന വൈജയന്തി നേരിട്ട് പോയി കാണും. ആദ്യമായി അലീനയെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ വൈജയന്തി അലീനയെ കണ്ടതോടുകൂടി തന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. വൈജയന്തിയെ കണ്ട് ലാലിച്ചനും ഞെട്ടി. തന്റെ ഭൂതകാലം ഒരു കുടുംബത്തിന്റെ സമാധാനം നശിപ്പിച്ചല്ലോ എന്ന് ബാലചന്ദ്രൻ ഓർത്തു. അലീനയെ വൈജയന്തിയുടെ കൂടെ വിടാൻ അയാൾ എന്നെങ്കിലും അലീനയ്ക്ക് തന്റെ അച്ഛൻ എന്ന നിലയിൽ ലാലച്ചനോടും ഒരു സ്നേഹബന്ധം ഉടലെടുത്തു തുടങ്ങിയിരുന്നു. ബാലചന്ദ്രന്റെ മരണത്തിന് ശേഷം കുടുംബത്തിന്റെ അധികാരമെല്ലാം തന്നെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന രാജീവനും ശിവശങ്കരനും കൂടി വൈജയന്തിയുടെ ഈ ഒരു മാറ്റത്തെയൊക്കെ എതിർത്തു. അലീന ആ വീട്ടിൽ വരുന്നത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. വൈജയന്തിയുടെ ബാക്കി 3 മക്കളും അലീന തങ്ങളുടെ സ്വന്തം ചേച്ചിയാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞു. കൃഷ്ണമോൾക്ക് അത് വലിയ സന്തോഷമുണ്ടാക്കിയെങ്കിലും മറ്റു രണ്ടുപേർക്കും അത് അത്ര പെട്ടെന്നങ്ങ് ഉൾക്കൊള്ളാനൊക്കെ പ്രയാസമായിരുന്നു. വൈജയന്തി തന്റെ മക്കളോടൊപ്പം അലീനയും ചേർത്ത് പിടിച്ച് ബാലചന്ദ്രൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ ആ ഒരു സന്തോഷ കുടുംബമായി തന്നെ മാറുന്നുണ്ട്. രാജീവന്റെയും ശിവശങ്കരന്റെയും കുതന്ത്രങ്ങളെയൊക്കെ വൈജയന്തിയും അലീനയും ചേർന്ന് പരാജയപ്പെടുത്തി. ബാലചന്ദ്രന്റെ വിയോഗം അലീനയ്ക്ക് സഹിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ബാലചന്ദ്രന്റെ ആ ഒരു മാലയിട്ട ഫോട്ടോക്ക് മുന്നിൽ അലീന വിളക്ക് കൊളുത്തി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.